ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇന്ന്. സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം. കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ന് 67 സിനിമകളുടെ പ്രദർശനം. ജോർജിയയിൽ 11 ഇന്ത്യൻ പൌരന്മാരുടെ മരണം സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ENT ആശുപത്രിക്ക് കണ്ണൂരിൽ ആരോഗ്യമന്ത്രി നാളെ തറക്കല്ലിടും. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് മത്സരത്തിൽ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആന്ധ്രാപ്രദേശിൽ എയിംസ് മംഗളഗിരിയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ വിവിധ സംരംഭങ്ങളുടെ തറക്കല്ലിടൽ നിർവഹിക്കുന്ന രാഷ്ട്രപതി കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിന് പ്രസിഡന്റ്സ് കളേഴ്സ് ബഹുമതി സമ്മാനിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം സംബന്ധിച്ച ബിൽ ലോക്സഭയിൽ. രാജ്യത്ത് ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ. ഭരണഘടനയുടെ 129ാം ഭേദഗതി പ്രകാരം കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിക്കുന്നത്. ബിൽ സംബന്ധിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ശുപാർശകൾ തയ്യാറാക്കിയത്. ബിൽ നിയമമാകുന്നതോടെ 2 ഘട്ടങ്ങളായി ആയിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തും. പൊതു തിരഞ്ഞെടുപ്പിന് 100 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭയിൽ കേന്ദ്ര ഭരണ പ്രദേശ ഭേദഗതി ബില്ലും ഇന്ന് അവതരിപ്പിക്കും. അതേസമയം ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 2 ദിവസത്തെ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ തുടരുകയാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ചയിൽ രാജ്യസഭാ നേതാവ് JP നദ്ദ സംസാരിച്ചു. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. കോതമംഗലം കുട്ടമ്പുഴയിൽ യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് സഹായധനം ഇന്ന് തന്നെ നൽകുന്നതിന് നടപടി സ്വീകരിച്ചതായി വനം മന്ത്രി AK ശശീന്ദ്രൻ. മരണമടഞ്ഞ എൽദോസിന്റെ കുടുംബത്തിന് ഇന്ന് തന്നെ മുഴുവൻ തുകയും നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം ഉൾപ്പെടെ ലോക്സഭയിൽ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് MP ഡീൻ കുര്യാക്കോസ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. ദുരന്തത്തിന് കാരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്നും അവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും ശ്രീ ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. രാജസ്ഥാൻ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ജയ്പൂരിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ഊർജ്ജം, റോഡ്, റെയിൽവേ, ജലം എന്നിവയുമായി ബന്ധപ്പെട്ട 46,300 കോടി രൂപയുടെ 24 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് ഒരു പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജസ്ഥാൻ, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും പ്രേക്ഷക പങ്കാളിത്തത്തിന് കുറവില്ല. എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിലാണ് ചിത്രങ്ങളുടെ പ്രദർശനം. ഇന്ന് 67 സിനിമകളുടെ പ്രദർശനമാണ് മേളയിൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന്റെ ആദ്യ പ്രദർശനം ഇപ്പോൾ ഏരീസ് പ്ലക്സിൽ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, റിഥം ഓഫ് ദമം എന്നിവയുടെ പ്രദർശനം ഇന്ന് നടന്നു. മലയാളം ക്ലാസിക് ചിത്രം നീലക്കുയിൽ, കുമാർ സാഹിനിയുടെ തരംഗ്, ഷബാന അസ്മി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗൌതം ഗോസെ ചിത്രം പാർ, IFFK ജൂറി അധ്യക്ഷയായ ആഗ്നസ് ഗോദാർ ഛായാഗ്രഹണം നിർവഹിച്ച ബ്യൂട്രവെയിൽ തുടങ്ങി 6 ചിത്രങ്ങളുടെ മേളയിലെ ഏക പ്രദർശനവും ഇന്നാണ്. IFFKയിൽ കലാം സ്റ്റാൻഡേർഡ് 5B എന്ന ചലച്ചിത്രം ഇന്ന് പ്രദർശിപ്പിക്കും. KSFDCയും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് ടാഗോർ തിയേറ്ററിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള വ്യൂയിംഗ് റൂമിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രദർശനം. ജോർജിയയിലെ ഗുഡൌരിയിൽ 11 ഇന്ത്യൻ പൌരന്മാരുടെ മരണം സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. സമൂഹമാധ്യമത്തിൽ ഇന്നലെ നൽകിയ പ്രസ്താവനയിലൂടെ മരണവിവരം സ്ഥിരീകരിച്ച ജോർജിയയിലെ ഇന്ത്യൻ എംബസി ദുഃഖിതരായ കുടുംബാംഗങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് പ്രാദേശിക അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. ഗുഡൌരിയിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നടന്ന സംഭവം ജോർജിയയിലെ ആഭ്യന്തര മന്ത്രാലയം അന്വേഷിക്കുകയാണ്. കാർബൺ മോണോക്സൈഡ് വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക
റിപ്പോർട്ടുകൾ പറയുന്നത്. മരിച്ച 12 പേരിൽ ഒരാൾ ജോർജിയൻ പൌരനാണെന്ന് ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നോർക്ക റൂട്ട്സ് ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം നാളെ കോഴിക്കോട് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും. മന്ത്രി വി അബ്ദുറഹിമാൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ദേശീയപാത അതോറിറ്റി, കെഎസ്ഇബി, പിഡബ്ല്യുഡി, റോഡ് സുരക്ഷാ വിഭാഗം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയ പശ്ചാത്തലത്തിൽ സാക്ഷി വിസ്താരം തുടങ്ങാൻ ഒരുക്കമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർ നടപടികൾക്കായി കേസ് ഈ മാസം 30ലേക്ക് മാറ്റി. വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് പ്രതി ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. 2024 അവസാന പാദത്തിൽ ഏകദേശം $1 ബില്യൺ പുതിയ വികസന ധനസഹായം അനുവദിച്ച് അന്താരാഷ്ട്ര വികസനത്തിനായുള്ള ഒപെക് ഫണ്ട്. വിയന്നയിൽ നടന്ന 190ാമത് ഗവേണിംഗ് ബോർഡ് യോഗത്തിലാണ് അംഗീകാരം ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂരിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 24-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവാവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ KYC അപ്ഡേഷനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടി. സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച മസ്റ്ററിംഗിൽ ഇന്നലെ വരെ 88.41% അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചതായി മന്ത്രി GR അനിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് ഈ മാസം 29-ന്. പരിപാടിക്കായുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ ENT ആശുപത്രിക്ക് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ തുടക്കമാകുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ തറക്കല്ലിടും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആശുപത്രിയിൽ നിലവിൽ നൽകിവരുന്ന മികച്ച സേവനം മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഈ പദ്ധതി പരിയാരത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചത്. നാഷണൽ ആയുഷ് മിഷന്റെ 2.5 കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ വിഭാഗത്തിലുമുള്ള രോഗികളെ പരിശോധിക്കാനുള്ള പ്രത്യേക മുറികൾ, കാത്തിരിപ്പ് ഹാൾ, സ്റ്റോർ, ഫാർമസി, കണ്ണട വിഭാഗം, ലിഫ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നീ സൌകര്യങ്ങളുള്ള 3 നില കെട്ടിടമാണ് ഒരുങ്ങുന്നത്. പരിശോധനകൾക്ക് അത്യന്താധുനിക ഉപകരണങ്ങളും ലഭ്യമാക്കും. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ കേരളം ഇന്നിറങ്ങും. മേഘാലയയാണ് കേരളത്തിന്റെ എതിരാളികൾ. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7-ന് നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ 49 റൺസിന് വിജയിച്ചിരുന്നു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ്നാഥൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മാഹിയിലെത്തി. രാവിലെ മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച 10 കിടക്കകളോട് കൂടിയ ICU അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം മാഹിയിൽ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗത്തിലും ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കും. നാളെ രാവിലെ മാഹി മെഗാ ബീച്ച് ക്ലീനിംഗ് പരിപാടിയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ ക്ഷേത്ര ദർശനത്തിന് അഭൂതപൂർവമായ തിരക്ക്. ധനുമാസം 1-ാം തീയതിയായ ഇന്നലെയാണ് ഏറ്റവുമധികം തീർത്ഥാടകർ ദർശനം നടത്തിയത്. ഭക്തജന തിരക്ക് ഇന്നും തുടരുന്നു. കർദിനാളായി ഉയർത്തപ്പെട്ട മാർ ജോർജ് കൂവക്കാടിന് കൊച്ചിയിൽ സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് മാർ ജോർജ് കൂവക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 24-ന് മാതൃ ഇടവകയിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 944 പോയിന്റ് താഴ്ന്ന് 80,797-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 288 പോയിന്റ് നഷ്ടത്തിൽ 24,380-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ കൂടി 57,200 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇന്ന്. സംസ്ഥാനത്ത് തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം. കേരള രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ന് 67 സിനിമകളുടെ പ്രദർശനം. ജോർജിയയിൽ 11 ഇന്ത്യൻ പൌരന്മാരുടെ മരണം സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി.
സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ആയുർവേദ I&ENT ആശുപത്രിക്ക് കണ്ണൂരിൽ ആരോഗ്യമന്ത്രി നാളെ തറക്കല്ലിടും 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൌണ്ട് മത്സരത്തിൽ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.